الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ബഖറ 272 വിശദീകരണം നോക്കൂ നിങ്ങൾ. ലൈസ അലൈക നബിയെ, താങ്കളുടെ മേലില്ല, താങ്കളുടെ മേൽ ബാധ്യതയില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഹുദാഹും, അവരുടെ നിർമാർഗം, അവരെ സന്മാർഗത്തിലാക്കേണ്ട ബാധ്യത താങ്കൾക്കില്ല നബിയെ. വലാകിൻ ഇന്നല്ലാഹ, പക്ഷേ എങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആല യഹ്ദീ മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കുന്നു. എന്താണ് ദാനധർമ്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിന്റെ ബന്ധം? എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു തആല ദാനധർമ്മത്തെ കുറിച്ച് വിശദീകരിക്കുന്നതിന്റെ മധ്യേ ഹിദായത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? കാരണം അന്നത്തെ മക്കത്ത് മുഅ്മിനീങ്ങളായ ആൾക്കാർ അവരുടെ ബന്ധുക്കളായ അവിശ്വാസികൾക്ക് ദാനധർമ്മം കൊടുക്കുന്ന വിഷയത്തിൽ അമാന്തം കാണിച്ചു, പിന്നോട്ടടിച്ചു. കാരണം അവരോടുള്ള വെറുപ്പ് തന്നെ. അതുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലിനെ മുൻനിർത്തിക്കൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു പറയുകയാണ്, മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരിക്കലും അവർക്കുള്ള ദാനധർമ്മം, ആ അവശത അനുഭവിക്കുന്ന അവരിൽപ്പെട്ട പാവങ്ങളുടെ ഹക്ക്, ആ അവശത അനുഭവിക്കുന്ന അവർക്കുള്ള ആ ദാനധർമ്മം നിങ്ങൾ തടഞ്ഞു വെക്കരുത്. അവർ അവിശ്വാസികളായതിന്റെ പേരിൽ നിങ്ങൾ തടഞ്ഞു വെക്കരുത്. അതവർക്ക് നൽകുക തന്നെ വേണം എന്നാണ്. അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും പരിശുദ്ധമായ അത്യുന്നതമായ നിയമവശങ്ങൾ. നോക്കൂ നിങ്ങൾ, ഇത് എല്ലാ കാലത്തേക്കും, ഇത് കൃത്യമായി എല്ലാ കാലത്തേക്കും ഇത് പ്രയോജനപ്പെടുന്നതാണ്, പ്രായോഗികമാണെന്നാണ് പറഞ്ഞതിന്റെ പൊരുൾ. വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ, വമാ തുൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുന്നില്ല, മിൻ ഖൈരിൻ, നന്മയിൽ നിന്നും, ഫലിയൻഫുസിക്കും, നിങ്ങളുടെ സ്വദേഹങ്ങൾക്ക് തന്നെ. വമാ തുൻഫിഖൂന, നിങ്ങൾ ചെലവഴിക്കുന്ന യാതൊന്നും ഇല്ല ഇബ്തിഗാഅ വജ്ഹില്ല, അല്ലാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ ചെലവഴിക്കുന്നതും അതുപോലെ നിങ്ങൾ ഖൈറായി എന്ത് തന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നുണ്ടെങ്കിലും വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ, നിങ്ങൾ ചെലവഴിച്ച ഒന്ന്, മിൻ ഖൈരിൻ, നന്മയിൽ നിന്നും, യുവഫയിലേക്കും, നിങ്ങളിലേക്ക് പൂർത്തീകരിച്ചു തരുന്നതാണ്, അല്ലെങ്കിൽ നിറവേറ്റി തരുന്നതാണ്. അൻതും ലാ തുദ്ലമൂൻ, നിങ്ങളോട് യാതൊരു അനീതിയും പ്രവർത്തിക്കുകയില്ല. എന്താണ് ഈ പറഞ്ഞതിനൊക്കെ ആകെ പൊരുൾ? നിങ്ങൾ നന്മയായി എന്ത് തന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും അതിന് പ്രതിഫലം ലഭിക്കും. അത് മാത്രമല്ല, അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ് ചെലവഴിക്കേണ്ടത്. അതിനെ പരിപൂർണമായി നിങ്ങൾക്ക് പൂർത്തീകരിച്ചു പ്രതിഫലം കിട്ടുന്നതാണ്. നിങ്ങളോട് യാതൊരു അനീതിയും പ്രവർത്തിക്കുന്നതല്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ പൊരുൾ. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി.